മാലു പേടിപ്പിച്ചു കളഞ്ഞു എന്നെ. എന്തിനാ ഇവിടെ വന്നേ? നല്ല രസമുണ്ട് ഈ കാവ്. എത്ര പക്ഷികളാ ഇതിന്റെ ഉള്ളിലെന്നറിയോ? അമ്മ അറിയാതെ ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഇനി ഇവിടെ ഒറ്റയ്ക്ക് വരരുത്. എന്തേ, ഉണ്ണിയേട്ടന് പേടിയുണ്ടോ? ശ്യാമളയുടെ പ്രേതം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാ? ആര് പറഞ്ഞു ഇതൊക്കെ? എനിക്കറിയാം. ഈ കിണറ്റിലല്ലേ ആ കുട്ടി വീണ് മരിച്ചത്. വരൂ, നമുക്ക് പോവാം. ഇതാരാ വരണമെന്ന് നോക്കിയേ. കാണാണ്ടിരിക്കാൻ പറ്റണില്ലായിരിക്കും. ഇനിയിപ്പോ ഞാൻ എന്തിനാ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട്? അയ്യേ, പെണ്ണുങ്ങള് കുളിക്കുന്നിടത്താ വരണേ? ഓ, ഞാൻ കണ്ടിട്ടില്ല ഒന്നും. നാണല്ലോ. നേരം വെളുത്തപ്പോഴേക്കും എങ്ങടാ ധൃതിയിൽ പോണണ്ടേ? എന്താ അത്? ഏലസ്. കുളിച്ചു കയറുമ്പോ ഇതാരെ കെട്ടണം. തിരുമേനെ കൊണ്ട് എഴുതിച്ചാ. ഇതിനാ വട്ടെന്ന് പറയാ. അച്ഛനും അമ്മയും പഴയ ആൾക്കാരാണെന്ന് വെക്കാം. ഉണ്ണേട്ടനോ ആ പണിക്കര് വെറുതെ വായി തോന്നിയത് പറഞ്ഞെന്ന് വെച്ച് ഞാൻ കെട്ടില്ല. ഏയ്, കെട്ടണം. ഇതൊന്നും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളേണ്ട കാര്യമല്ല. ഒന്നിലും വിശ്വാസമില്ലായിരുന്നു എനിക്ക്. ശ്യാമളയുടെ മരണത്തോടെ ബോധ്യായി. പറഞ്ഞതൊക്കെ പറഞ്ഞ പോലെ നടന്ന അനുഭവങ്ങളുണ്ട് എനിക്ക്. ഞാനും ശ്യാമളയും നമ്മളുടെ വിവാഹബന്ധം വാഴില്ലെന്ന് പണിക്കര് പറഞ്ഞതാ. ജ്യോതിഷത്തിലും ജാതകത്തിലൊക്കെ സത്യമുണ്ട്. അയ്യേ, കഷ്ടം. ഈ ലോകത്തുള്ളവരെല്ലാം ജാതകവും ജ്യോതിഷവും നോക്കിയാ ജീവിക്കണേ. ലോകത്തുള്ളവരുടെ കാര്യം വിട്, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി. ഇപ്പൊ തന്നെ നമ്മുടെ ഐശ്വര്യത്തിന്റെ സന്തോഷത്തിന്റെ ഒക്കെ കാരണം ചേർച്ചയുള്ള ജാതകമാ. ഓ, മതി കളിയാക്കിയത്. ഉണ്ണേട്ടനൊരു സത്യം അറിയോ? പുണർദം തന്നെ എന്റെ നാളെന്ന് എനിക്കറിയില്ല, എന്റെ അച്ഛനും അറിയില്ല. അപ്പോ ജാതകോ? ഭരണ ചെക്കന്മാരൊക്കെ ജാതകം ചോദിച്ചു തുടങ്ങിയപ്പോ എന്റെ അച്ഛൻ ആരെയൊക്കെയോ കോണ്ടാക്ട് ചെയ്ത് തല്ലിക്കൂട്ടിയതാ അത്. പുണർദം എന്റെ അമ്മയുടെ നാളാ. ഉണ്ണിയേട്ടൻ ഇത് കൊണ്ടുപോയി ഉരുക്കി ഒരു കറുത്ത കല്ല് വെച്ച കമ്മലുണ്ടാക്കി താ എനിക്ക്. നിന്റെ നാള് പുണർദം തന്നെയല്ലേ മോളെ? അല്ല. പിന്നെ ഏതാ നിന്റെ നക്ഷത്രം? എനിക്ക് ശരിക്കറിയില്ല. എന്റെ ഈശ്വര, ചതിച്ചല്ലോ. കരഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ പൊന്നു മോനെ ചതിച്ചല്ലോ. ഞാനോ കരയില്ല. നീ അമ്മേ, തുടരുത്. പൊക്കോളാം ഞങ്ങളുടെ മുന്നിൽ. തന്നോട് ഞാൻ എന്ത് ദ്രോഹാടോ ചെയ്തത്? എന്താ പൂട്ടുന്നവരെ? എന്തിനാ ഞങ്ങളോട് ഈ ചതി? തന്റെ ഈ ശരീരം ഞങ്ങളുടെ തറവാട്ടിലെ ചോറാ. നന്ദികേട് കാണിക്കരുത്. അപ്പോഴുന്നവരെ കാര്യം എന്താന്ന് പറയൂ. തന്റെ മോളുടെ ജാതകം കള്ളജാതകല്ലേ? എന്താ മിണ്ടാത്ത? നാക്കിറങ്ങിപ്പോയോ? അവൾ ജനിച്ച നേരത്തെ ജാതകം എഴുതിച്ചില്ല. ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ 21-ാം നൂറ്റാണ്ടിലും കല്യാണം നടക്കാൻ ജാതകക്കുറി കൂടിയേ തീരുമെന്ന് അറിഞ്ഞപ്പോ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പബ്ലിക് ലൈബ്രറി റെഫർ ചെയ്തു. ആ റെഫറൻസ് വെച്ചാണ് ജോത്സ്യൻ ജാതകം എഴുതിയത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ നാളുകൾ വരാം. അതിൽ നാഴികയും വിനാഴികയും ഉണ്ടാവാം. നാളെ ഏതാണെന്ന് കൃത്യമായിട്ട് പറയാമോ തനിക്ക്? എനിക്കറിയില്ല. എന്നാ ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോട്ടുന്നവരെ, മനപ്പൊരുത്തമാണ് എല്ലാ പൊരുത്തങ്ങളെക്കാളും പ്രധാനമെന്ന് ജ്യോതിശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. ഉണ്ണിയും മാലുവും തമ്മിൽ അത് വേണ്ടുവോളം ഉണ്ട്. കാര്യമില്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങളുടെ മകന്റെയും എന്റെ മോളുടെയും ജീവിതം തകർക്കരുത്. എനിക്ക് എന്റെ മോന്റെ ജീവിതം ആടോ വലുത്. അപ്പോ എന്റെ മാലു നിങ്ങൾക്ക് ആരുമല്ല. അച്ഛാ, ഇന്നാള് ഷാരത്തെ മുത്തശ്ശി വന്നപ്പോ പറഞ്ഞത് മാലുവിന്റെ ജനനം തിരുവാതിര തീരും മുമ്പേന്നാ. മേ ബി, എനിക്കൊന്നും അറിയില്ല.
എനിക്കറിയില്ലല്ലേ? എന്നാ ഞാൻ അറിഞ്ഞോളാം.